സമരങ്ങൾ കണ്ട പാര്യത്തുകാവിൽ ഇനി സന്തോഷത്തിന്റെ ദിനങ്ങൾ. കുടിയിറക്കൽ ഭീഷണി നേരിട്ട 7 കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ ശിലാന്യാസം മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട തർക്കങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ, കുടിയൊഴിപ്പിക്കലിനായുള്ള അഭിഭാഷക കമ്മീഷന്റെ ശ്രമങ്ങൾ, ജനിച്ചു വളർന്ന മണ്ണിനായി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ 7 കുടുംബങ്ങൾ, അവരുടെ സമരങ്ങളും പ്രതിഷേധങ്ങളും. ഒടുവിൽ സർക്കാർ ഇടപെടലിൽ രമ്യമായ പരിഹാരം. തർക്കഭൂമിയിൽ സർക്കാർ മേൽനോട്ടത്തിൽ ഇനി 7 വീടുകൾ ഉയരും. 1000 ചതുരശ്ര അടിയിൽ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ വീടാണ് നിർമ്മിക്കുന്നത്. ഓരോ വീട്ടിലേക്കും 3 മീറ്റർ വീതിയുള്ള പ്രവേശന വഴിയും. ഭൂവുടമകളുടെ വസ്തുവുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് സംരക്ഷണ മതിലും നിർമ്മിക്കും. ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യ സർക്കാരുകൾ കോടതിയുടെ സാങ്കേതികത്വത്തിനപ്പുറത്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചാൽ അത് നമുക്ക് സാധ്യമാകും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വീട് നിർമ്മാണം ആരംഭിച്ചതിന്റെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ദളിത് കുടുംബങ്ങൾ. ചടങ്ങിനായി എത്തിയ അതിഥികൾക്ക് പായസം വിതരണം ചെയ്ത് അവരത് പങ്കുവച്ചു. കുറെ നാളായിട്ടുള്ള ഒരു വിഷയമല്ല, അപ്പൊ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, സമാധാനം എന്ന് പറയാം. സമയം തീർന്നു, ഒരു ഭൂമി വീട് പണിയുന്ന സന്തോഷമുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന അനവധി ചർച്ചകൾക്കൊടുവിൽ ജൂൺ 13 കലക്ട്രേറ്റിൽ നടത്തിയ ചർച്ചയിലാണ് തർക്കഭൂമിയിൽ തന്നെ വസ്തു വിട്ടു നൽകാൻ ഭൂവുടമ തയ്യാറായത്. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ കുടുംബങ്ങൾ താമസിക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.